ഇന്ന് ഞാൻ പ്രാഥമികമായി BJP-യിലോട്ട് കടന്നു വന്നിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ 2 ദിവസമായി നിങ്ങളുടെ അടുത്ത് 3 ദിവസമായി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. സാഹചര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ BJP-യിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 ടൈമിൽ അല്ലെങ്കിൽ കഴിഞ്ഞ BJP സർക്കാർ തുടർന്നു വരുന്ന നല്ല പ്രവർത്തനങ്ങളിൽ ആകർഷകമായിട്ടാണ് ഞാൻ BJP-യിലേക്ക് കടന്നു വരാനായിട്ട് തീരുമാനിച്ചത്. നിരവധി പ്രാവശ്യം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മോദിജിയുടെ പ്രവർത്തനങ്ങൾ ഞാനൊരു മറ്റു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വലുതാണ്. ഇന്ത്യക്കുണ്ടായ വളർച്ച വലുതാണ്. അപ്പൊ അതും പ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അത് ഞാൻ മാത്രമല്ല, എന്റെ കുടുംബം എന്നോടൊപ്പമുണ്ട്. നമ്മൾ വലിയൊരു കുടുംബമാണ്. ഈ പ്രദേശത്തെ നിരവധി പാർട്ടി പ്രവർത്തകർ, പാർട്ടി മെമ്പർമാർ, എന്റെ മകനായ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം ബിതിൻ എല്ലാം എന്നോടൊപ്പമുണ്ട്. ഇപ്പൊ ഓരോരുത്തരെയായി എണ്ണി പറഞ്ഞാൽ നിരവധി പാർട്ടി മെമ്പർമാർ. ഇന്നലെ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞത് ഒരാൾ പോലും എന്നോട് വരികയില്ല എന്നുള്ളതാണ്. എന്നാൽ നിരവധി പാർട്ടി പ്രവർത്തകർ, പാർട്ടി മെമ്പർമാർ എന്നോടൊപ്പം വന്നിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ ദീർഘകാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. കൂടുതൽ കാര്യങ്ങൾ നാളെ രാവിലെ 10:30 മണിക്ക് നമുക്ക് BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കാണാം. അവിടെ വച്ച് ഞാൻ വളരെ ബഹുമാനത്തോടെ BJP-യുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങുകയാണ്. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ല, അതൊക്കെ സ്വാഭാവികം. ഇന്നലെ ഇന്നൊന്നും വന്നില്ലല്ലോ. 2 ദിവസമായി പാർട്ടിയുടെ സംഘടനാ രീതി എന്താ? ഒരു സമ്മേളനത്തിൽ ഇറങ്ങി വന്നാൽ ആ നിമിഷം പുറത്താക്കുന്ന സംവിധാനമല്ലേ ഉണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാം പാർട്ടി ഒരുപാട് പിറകോട്ട് പോയി. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നേതാക്കളെ പൂട്ടിയിട്ട് കാര്യങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ CPM എത്തിയില്ലേ? നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതല്ലേ? ലോക്കൽ സമ്മേളനങ്ങളിൽ പ്രശ്നങ്ങൾ, ലോക്കൽ സമ്മേളനത്തിൽ പാർട്ടി നേതാക്കളെ പൂട്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ആ അച്ചടക്കം ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ വന്നൊരു പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ഞാൻ. 1982 പാർട്ടി മെമ്പർഷിപ്പിൽ വന്ന ആളാണ്. പെട്ടെന്ന് വന്നൊരു പാർട്ടി സഖാവല്ല. എന്നാൽ ആ കാലഘട്ടമെല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെയല്ലേ അവർക്കതിന് കഴിഞ്ഞുള്ളൂ. വ്യക്തമായ തീരുമാനം എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ അവർ 2-3 ദിവസമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്നെ വിളിക്കുന്നു, സെക്രട്ടേറിയറ്റ് മെമ്പർമാർ എന്നെ വിളിക്കുന്നു, മറ്റുള്ള നേതാക്കൾ എന്നെ ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരത്തെ 5 മണിവരെ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചല്ലോ. അപ്പൊ ആ കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടമല്ല. BJP-ക്ക് വേരോട്ടം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായി മാറിക്കഴിഞ്ഞ് കേരളത്തിലും ഇന്ത്യയിലും BJP-ക്ക് ഇന്ന് വലിയ വളർച്ചയാനുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ മണ്ഡലത്തിൽ, ഈ ചെറിയങ്കഴ് മണ്ഡലത്തിൽ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ BJP-ക്കും CPM-നുമായി 2000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് അഞ്ഞു പിടിച്ചാൽ ഈ മണ്ഡലം അടുത്ത പ്രാവശ്യം CPM ഭരിക്കും, അല്ല BJP ഭരിക്കും. CPM-ന് വളരെ പിറകോട്ട് പോയില്ലേ? അതിനുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. BJP-ക്ക് വേണ്ടി എങ്ങനെയാണോ CPM-ൽ പ്രവർത്തിച്ചത് അതിനേക്കാൾ ഉപരി മോദിജിയുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.